ആദ്യം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇയാൾ ആരാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇയാൾ എന്നെ വിളിച്ചിരിക്കുന്നത് തീവ്രവാദി എന്നാണ്. അതേപോലെ കുറെ തെറികളും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്നല്ലേ നമുക്ക് കണ്ടിട്ട് വരാം. വാ. ഈ റാഫി എന്ന് പറയുന്ന തീവ്രവാദിയെ അകത്താക്കാൻ ഇമ്മാതിരി കള്ള പ്രചരണം UP-ക്കെതിരെ കൊടുത്തതിന് UP എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. UP-യിൽ എവിടെയാ? ഏത് ഹോസ്പിറ്റലിലാണ്? നിന്റെ ബാപ്പ അവിടെ ഡോക്ടറായിട്ട് ഇരിപ്പുണ്ടോ? അല്ല, നീ ഇമ്മാതിരി കള്ളങ്ങൾ വിളിച്ചിറമ്മ വ്യക്തമാക്കണ്ടേ. UP-യിൽ ഏത് ഹോസ്പിറ്റലിലാണ് പറയടാ മോനെ. നീ പിന്നെ UP-യുടെ മറ്റേ യോഗിയുടെ എന്നൊക്കെ പറഞ്ഞില്ലേ? നിന്റെ ബാപ്പ എടുത്ത് പോയി പറയണം ഇമ്മാതിരി ഊമ്പിയ വാക്കുകളൊക്കെ കേട്ടാ. നായിന്റെ മോനെ റാഫി എന്ന് പറയുന്ന തീവ്രവാദി മോനെ. പ്രിയ സുഹൃത്തെ, നിങ്ങൾ വയലന്റ് ആവാൻ വേണ്ടിയിട്ട് ആ വീഡിയോയിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ തീവ്രവാദി എന്ന് വിളിച്ചെന്നോ, നിങ്ങൾ എന്നെ എന്തിനാണ് തെറി വിളിച്ചെന്നോ എനിക്കറിയില്ല. ആ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയുടെയും ഒരു കുടുംബത്തിന്റെയും നിസ്സഹായ അവസ്ഥയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ UP-യിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ കിട്ടാതെ മരിച്ചു വീണ ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. മനസ്സിലായോ? ഒരു സാധാരണ ഹിന്ദു പെൺകുട്ടിയുടെ അവസ്ഥയാണ്. ആ മരിച്ച പെൺകുട്ടിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ, അല്ലെങ്കിൽ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശ് എന്നാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത്. ആ വീഡിയോയുടെ ഇതിന്റെ പേരിലാണ് താങ്കൾ എന്നെ തീവ്രവാദിയാക്കിയതും ഇത് യോഗിക്ക് അയച്ചു കൊടുക്കണമെന്നും സുനാമിക്ക് അയച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. എന്റെ പൊന്നാർ ചങ്ങായിയെ, ഇന്നലെ അല്ല വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്, മനസ്സിലായില്ലേ? കുറെ കാലമായി. ഇത് ഇന്ത്യയാണ്. ഇത്തരം കാര്യങ്ങൾ പറയും. നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നില്ലേ? പിന്നെ ഞാൻ തീവ്രവാദി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ താങ്കളുടെ അപ്പൂപ്പനോ സ്ത്രീധനം കിട്ടിയതല്ല ഇന്ത്യ മഹാരാജ്യം. നിനക്കുള്ള അതേ റൈറ്റ് തന്നെയാണ് എനിക്കും. നിന്നെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും. കാരണം നിന്റെ അപ്പൂപ്പന്മാര് ബ്രിട്ടീഷുകാരന്റെ കൊതം കഴുകി അവന്റെ അടിവസ്ത്രം വരെ കഴുകി അവന്റെ സാമാനം വരെ പിടിച്ച് നടക്കുന്ന കാലത്ത് ഷുവക്കറിന്റെ കഥയാണ് പറയുന്നത്. അതായത് നിന്റെ അപ്പൂപ്പന്മാർ ബ്രിട്ടീഷുകാരനോട് പടപൊരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നതാണ് എന്റെ പൂർവികർ. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് ചെന്ന് നോക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് മരിച്ചിട്ടുള്ള മുസ്ലിങ്ങളുടെ ലിസ്റ്റ് അവിടെ ഉണ്ടാവും. ഓരോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും. അക്കൂട്ടത്തിൽ ഒരു സംഖ്യ ഉണ്ടാവില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കടന്നു പോകുന്ന വഴിയിൽ അത് കണ്ടു നിന്ന് തലകറങ്ങി വീണ ഒരു സംഖ്യയെങ്കിലും അവിടെ ഉണ്ടാവില്ല. നിന്റെയൊക്കെ പാരമ്പര്യം മാപ്പ് പറഞ്ഞാണ് ശീലം. ഷൂ നക്കി മാപ്പ് പറഞ്ഞുള്ള ശീലമാണ് നിങ്ങളുടെ. അതുകൊണ്ട് സുഹൃത്തെ, പിന്നെ താങ്കൾ എന്റെ വാപ്പായെ വിളിച്ചു, അതേപോലെ താങ്കളുടെ അച്ഛനെ വിളിക്കാനൊന്നും എനിക്ക് വയ്യ. എന്തിനി ആ പാവ മനുഷ്യനെ ഞാൻ 2 തെറി വിളിച്ചിട്ട് എന്ത് കിട്ടാനാണ്? താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് താങ്കൾ ഇത്തരം വിഡിത്തങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞു. ഞാൻ എന്താണോ പറഞ്ഞത് അവിടെ ആ വീഡിയോ അവിടെ കിടപ്പുണ്ട്. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ട് സഹതപിക്കുകയാണ് ചെയ്തത്. അപ്പൊ താങ്കൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിൽ അത് എന്റെ തെറ്റല്ല. പിന്നെ നടന്ന ഫാക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, ഒരുപാട് ബ്ലോഗേഴ്സ് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ ഞാനും ചെയ്തിട്ടുണ്ട്. പിന്നെ തീവ്രവാദി എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ തന്തയ്ക്കോ നിന്റെ തള്ളയ്ക്കോ നിന്റെ തന്തയുടെ തന്ത ഉണ്ടെങ്കിൽ അയ്യാക്കോ സ്ത്രീധനം കിട്ടിയതല്ല ഇന്ത്യ മഹാരാജ്യം. എനിക്കും നിനക്കും ജീവിക്കാനുള്ള എല്ലാ റൈറ്റും ഉള്ള ഒരു നാടാണ് ഇന്ത്യ. അപ്പൊ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇന്ത്യ ഗേറ്റിൽ പോയി നോക്കുക. ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിലെ ഏതെങ്കിലും ഒരു ചാണസംഖി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഷൂനക്കിയ കഥ അല്ല ഞാൻ പറയുന്നത്. സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത് വെടികൊണ്ട് മരിച്ചവരുണ്ടോന്നൊന്ന് നോക്ക്. എന്നാ ശരിയെന്നാടാ അണ്ടിമുക്ക് തീട്ടവൻ. സുഖല്ലടാ അണ്ടിമുക്ക് തീട്ടവൻ. ശരിയടാ അണ്ടിമുക്ക് തീട്ടവൻ.